ഹായ് എവ്രി വൺ, വെൽക്കം ടു ടോക്ക് വിത്ത് ആർച്ചി എപ്പിസോഡ് 2. ഇത് ഓണം സ്പെഷ്യൽ ആണ്. പക്ഷെ എൻ്റെ കോലം കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല, ബിക്കോസ് ഓണം കഴിഞ്ഞ് സദ്യയൊക്കെ കഴിച്ച് ഇത് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ഷൂട്ട് ചെയ്യണത്. ദിസ് ഇസ് ദ ഇൻട്രൊഡക്ഷൻ ടു ദി എപ്പിസോഡ്. ഇത്തവണത്തെ ഓണം, ഒരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ ലൈഫിൽ ഡൽഹിയിൽ ആദ്യമായിട്ട് വീട്ടിൽ ഓണസദ്യ ഉണ്ടാക്കി സെലിബ്രേറ്റ് ചെയ്തത്. Though I've been born and raised in Delhi, but we never celebrated Onam. Like, we used to go out to church events or ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോയി ഓണം കൂടാറുണ്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് സ്വന്തം വീട്ടിൽ സദ്യ വെച്ച് ആഘോഷിച്ച്, ആൻഡ് ഇറ്റ് വാസ് വെരി സ്പെഷ്യൽ. ലോക്ക്ഡൗണിൻ്റെ ഓണത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. I just felt very warm, and though I was supposed to shoot during my Onam celebration, I just didn't feel like, because it was so personal and intimate that I wanted to keep it like that. But I am here to talk to you guys because you guys matter to me. ഞാൻ എന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞിരുന്നു. Again, I'm going to repeat it in English because we can't do subtitle all the time, and we are doing this episode with limited resources, which is like one person. So I had asked you guys last week to ask me questions, and I usually, every talk with Archie, I'm going to pick 2 to 3 questions that I would like to answer, and I'm going to begin the episode with one of the questions because it's related to Onam, which is best memory of Onam celebration that I had. It's a very funny Onam celebration memory. കുറച്ച് നാൾ മുമ്പ് ഐ വാസ് കോൾഡ് ടു സെൻറ്റ് തെരേസസ് കോളേജ്. അവരുടെ ഓണർ സെലിബ്രേഷന് വേണ്ടി എന്നെ വിളിച്ചിരുന്നു ആസ് എ ചീഫ് ഗസ്റ്റ്. ആൻഡ് ഞാൻ ഒരുങ്ങി നല്ല ലൈക്ക് ഫുൾ എക്സൈറ്റഡ് ആയിട്ട് കോളേജിൻ്റെ ഇവൻറ്റിന് വേണ്ടി പോയി. അവിടെ ചെന്ന് ഇരുന്ന് ഗസ്റ്റ് ആയിട്ട് ഇരുന്ന് എല്ലാ received everyone well. I was on the stage waiting for everybody to finish their speeches, and there were some dance items or something like that in the beginning, and all the speeches that people gave on that day was like Malayalatinte, or like the topmost dictionary in the kandupidicha vaakkalittu speech ആണ് അവർ പറഞ്ഞത്. So it was very difficult for me to follow, and then they called, okay, now we invite the chief guest Archana Kavi to come on stage and say a few words. And I was like, oh my god, I don't know what to do, because എൻ്റെ മലയാളം എല്ലാവർക്കും അറിയാം, കുറച്ച് മോശമാണ്. I'm not proud of it, and I will talk about it, like I will tell you why. എനിവേ, സോ എൻ്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ എണീറ്റ് പോഡിയമിൽ പോയിട്ട് എല്ലാവർക്കും ലൈക്ക് വിഷസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, അടുത്ത പ്രാവശ്യം ദയവ് ചെയ്ത് എന്നെ ക്രിസ്മസിന് ഇൻവൈറ്റ് ചെയ്യണമെന്ന്. ബിക്കോസ് എനിക്ക് അവർ പറഞ്ഞ ആ ലെവലിൽ മലയാളം പറയാൻ പറ്റിയിട്ടുണ്ടായില്ല. And I wasn't prepared. I usually don't like to prepare a speech when I'm going to meet college students and all. I like to be organic, as natural as I am to everybody, and sometimes it backfires, and that day was എന്നെ ഇൻവൈറ്റ് ചെയ്ത എല്ലാവരെയും ഞാൻ എൻ്റെ മനസ്സിൽ എന്തിനാണാവോ എന്നെ വിളിച്ചതെന്ന് ഇന്ന് ആലോചിച്ചു. ബട്ട് ഇറ്റ് വാസ് എ ഫൺ ഡേ. Now coming back to the point that why don't I speak Malayalam well. For that, I will tell you, I'm born and raised in Delhi is not an excuse. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ അച്ഛനമ്മ പറഞ്ഞ് കേട്ട മലയാളമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഇവിടെ മലയാളം ടീച്ചേഴ്സ് ഉണ്ടായില്ല, പഠിപ്പിക്കാൻ ആരും ഉണ്ടായില്ല. വർക്കിംഗ് പേരൻസ്, അവർ പറയുന്ന മലയാളം കേട്ട് പഠിച്ചിട്ടേ ഉള്ളൂ. സോ ഇറ്റ്സ് വെരി ലോക്കൽ, സംടൈംസ് ഇറ്റ്സ് വെരി തറ. സോ ഐ ഗെറ്റ് കോൺഷ്യസ് ടു സ്പീക്ക് Malayalam in front of people because I don't want to say something which is not polite. And then ഒരുപാട് സ്ഥലത്ത് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് മുന്നത്തെ ആളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ മാറുമ്പോഴാണ് ഐം ലൈക്ക്, ഓക്കെ, ഡിഡ് ഐ സേ സംതിങ് റോങ്, ഹൗ ഡു ഐ റെക്ടിഫൈ ഇറ്റ്, അങ്ങനെ തോന്നാറുണ്ട്. സോ ഐ എം വെരി cautious. Another thing is I am bad with languages. Yes, there are people who are bad with languages. എനിക്ക് ഞാനിപ്പം ഒരുപാട് നാൾ ഡൽഹിയിൽ നിൽക്കുകയാണ്,
ഹിന്ദി സംസാരിച്ചാൽ എൻ്റെ ബാക്കി എനിക്കറിയാവുന്ന ബാക്കി ഭാഷകളെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോകും. അതുപോലെ തന്നെ നാട്ടിൽ കുറേ നാൾ നിന്നാൽ എൻ്റെ മലയാളം നന്നാവും, പക്ഷേ English and Hindi get spoiled. So basically I can't maintain all the languages in the same level, and I am jealous of people who can learn language and who can speak fluently in all the languages. I am not one of them, so I struggle with languages, and that's the reason. It's not because I don't want to learn the language. I want to learn the language. I have the same issue with English, Hindi, Malayalam. That's all I know. So that's the case. So accept me the way I am, please. Now let's wrap up this introduction, which went a little longer, and go to our live session. So I had a live meet a day before the Onam celebration, and I had super fun. You have to check it out. I'm live. ഒരു മലയാള പാട്ടാണ്, അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ലിറ്ററൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. ലിവർ ലിവേഴ്സ് ലിവർ, സ്മൈൽ ടു മീ, ബേർഡ് ഇൻ ദ സ്കൈ ബേർഡ്. കരളേ കരളിന്റെ കരളേ എന്നോടൊന്നു ചിരിക്കൂ. Alone moon searching for what? Coldness or company? Or my liver song? ആയിരം കണ്ണുമായി ഞാൻ ഒരു ഹിന്ദി പാട്ട് വരയ്ക്കാൻ പോകട്ടോ. वन आना ओके. एक लड़की को देखा तो ऐसा लगा, एक लड़की को देखा तो ऐसा लगा जैसे खिलता गुलाब जैसे. ना 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 ना. ഞാൻ ഒരു പിക്ചർ കാണിക്കുന്നതായിരിക്കും, അത് കണ്ടിട്ട് ഏത് പടമാണെന്ന് ഗസ് ചെയ്യാം. കമന്റ് വായിച്ച് ഉത്തരം പറഞ്ഞ ഞാനിവിടെ വയലിൻ തന്നു. എന്ത് കഷ്ടാണ്. नमी बन गए तुम मेरे आसमां, मेरे ज़मीं बन गए. ഇത് പടത്തിന്റെ ഒരു സീനാണ്. ഓ ആനന്ദം. വിദൂരേ നീലാത്താരമായി നീ മിഴി ചിമ്മി നിന്നിടുമോ, വരാം ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ. Don't leave me and go. Okay. While putting out the fire, please sing a song. Hello. Actually, my husband added me when Rasati enne vittu pogadadi. Yeah, I think we have spent a lot of time, so I'm going to wrap up the live section. എനിക്ക് live section വരാൻ ഭയങ്കര ഇഷ്ടമാണ്. So like I'm looking forward to do more videos, come more live and interact with you guys. ഇവിടെ പപ്പ TV കാണുവാണ്, അതുകൊണ്ട് ടിവിയുടെ ഒച്ച കേൾക്കുന്നുണ്ടാവും. I'm sorry about that. Phoebe and guinea pigs are quiet strangely, but I'm happy. എൻ്റെ ഓണം സെലിബ്രേഷൻ്റെ ഒരു ചെറിയ സ്നിപ്പറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും, just so that you know what we did for Onam. Dice it. 1, 4, 14, 1, 4, 14, plus 1, 50. 32, 3, 2, 32. काट देते हैं, सब पार देते हैं. ये दे दे. Okay, guys. मैंने बसेस नहीं आनी चाहिए. ये जिंजर वाला करेगा ऐसा लगा. അത് ശരിക്കും Thank you very much, actor.
Excellent. Now let's go to the last segment of Talk with Archie, that is your questions and I will answer them. എന്നോട് ആദ്യം ചോദിച്ച ചോദ്യമാണ് how like I picked 3 questions from a lot of questions that I received. The first question is, how do you deal with negative toxic people in your life? ഈ ചോദ്യം ഞാൻ ആദ്യം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന കാര്യമാണ്, am I a negative toxic person? I think sometimes we are more into checking other people out, whether they are being positive influence or negative influence. We rarely look into ourselves and we rarely see whether we are a positive influence and whether we are adding quality in other people's life. എനിക്ക് തോന്നുന്നു I haven't been 100% positive influence for a lot of people, and I think this question made me think about myself and see where all I can rectify and what all I can do to be a better human being. Now, leaving the holistic approach to this question, if you genuinely have a toxic person in your life, I think you should have your boundaries set well. You should know that what is okay for you and what is not okay for you. You should have an idea about how do you want your relationships to be. And if somebody crosses that, then that person doesn't respect you. And I wouldn't say cut off people, but definitely you can decide who is your close friend and who's not. And that would help. And if someone is really, really toxic, then sometimes you would have to cut them off. And it's hurtful, but you have to. That's all I can think of. The next question is, where do you see yourself in 5 years? Very frankly, like all my life, I have never planned what I want to do. I have gone with the flow. Though there are pluses to it and minus to it, because ചിലപ്പം നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്യാതെ വെറുതെ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുമ്പം it backfires. Sometimes you face unexpected scenarios and you have to deal with it on the spot. I don't plan my life, but when I look back, it has been interesting, it has been beautiful, eventful. There are few things I would want to do in the next 5 years. I want to write a book. I wanted to write a screenplay, movie screenplay. അതായിട്ടില്ല. പക്ഷേ I have written and directed a web series, and that would be releasing very soon. So one step close to that dream, and I'm happy about it. I don't know, that's all I can think of. Maybe create more interesting content, write more web series or films that would excite you guys, and I hope you guys will be with me till then and forever and we build as family. So those are things that I have in mind. I don't plan and I don't like planning other than birthdays. I plan my birthday or not. Anyway, going to the third question. How do you be there for a best friend who has depression and anxiety? I tend to lose myself. First of all, if you are losing yourself, you cannot be there for your friend. So if it is bothering you and if it is affecting you, you need to set your boundaries, which was question number 1. That you need to know how much you can do and how much you can't do. Adinte ansariche be there for the person. Whenever I used to feel this way, and somebody very close to me told me, even when you're on the flight, they say, help yourself, put the mask first and then help somebody else. So make sure that you are in a very good state to help somebody else. So you should not commit to help somebody else if you are going through something on your own. At the same time, I think any person who's going through depression and anxiety needs professional help. It took me years to understand that I need help, and then it took months to accept that I was clinically depressed. So acceptance takes a lot of time. I know when I was
പ്രിസ്ക്രൈബ്ഡ് മെഡിക്കേഷൻ എനിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യം വന്നായിരുന്നു. ബിക്കോസ് ഐ വാസ് ലൈക്ക് ഇത്രയും ആൾക്കാർ എൻ്റെ ചുറ്റുമുണ്ട് ഡിപ്രഷനെ കുറിച്ച് പറയുന്നത്, ആങ്സൈറ്റീനെ കുറിച്ച് പറയുന്നത്. അവർക്ക് ആർക്കും മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. എനിക്ക് മാത്രമേ they prescribed medicine. So I was very upset and angry at my doctor. And it took months for me to just accept that, what, you need help and you need this medication. I think you shouldn't, if you're going to be there for your friend, don't be an advisor. They are smart. In my case, I feel I have lived life to an extent that I know, like, I am going through this phase and it's just a phase and I'll come out of it and medications will help or whatever it is. എനിക്ക് അതെല്ലാം അറിയാം. എന്നാൽ പോലും when you go through depression, you just want somebody to be sitting next to you and just be there. Just make you understand that your life matters and that you are important. Advices or forcing anything on them is not right. Your presence is all that matters, and please protect yourself from them, like in the sense, if they are crying, if they're saying something to you, understand that it's just a phase. They're going through depression and അവർക്ക് ആ സമയത്ത് അവർ പറയുന്ന പല കാര്യങ്ങളും ഹേർട്ട്ഫുൾ ആയിരിക്കും. അതിനെ പേഴ്സണലി എടുക്കാതെ ഇരിക്കുക. അവരൊന്ന് ഓക്കെ, ലൈക്ക് if they out of it, talk to them, but before that, don't talk to them. Don't give advice. Just be there. Just hug them. Just make sure that you're there for them and you value their life. I will tell, like, ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് എനിക്ക് ഡിപ്രഷനാണ് എനിക്ക് ഇതാണ് എനിക്ക് അതാണ്. I don't like to talk about depression a lot because I don't want my channel to be about depression and anxiety. But there's one thing I want to tell you, that ഈ വാക്കുകൾ ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി വെറുതെ ലൈറ്റ്ലി just വെറുതെ തോന്നുമ്പോൾ ഉപയോഗിക്കേണ്ട വാക്കുകളല്ല. പീപ്പിൾ ഹു ഗോ ത്രൂ ഇറ്റ്, ദേ സഫർ എ ലോട്ട്. ഇറ്റ്സ് പെയിൻഫുൾ. അപ്പോൾ ലൈറ്റായിട്ട് അയ്യോ എനിക്ക് എൻ്റെ ലൈഫ് ഡിപ്രസ്ഡ് ആണ് എന്ന രീതി പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല what that means. I'll tell you how I feel when I'm depressed. I feel like somebody is choking me and I feel breathless. I feel like I can't live because it's a choking feeling. ആ ഒരു കഴുത്ത് ഞെക്കി പിടിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഡിപ്രസ്ഡ് ഫീൽ ചെയ്യുമ്പം എനിക്ക് തോന്നുന്നത്. പിന്നെ നെഞ്ചത്ത് എന്തോ ഭയങ്കര ഭാരമായ ഒരു സാധനം വെച്ചിട്ടുള്ള ഫീലിംഗ് വരും. I can't breathe. I can't think straight. I have been in a situation where I've asked my parents, is there anything you can do to get me out of this? Like, I would like to end my life to get out of this feeling. So it's a very, very, very bad place to be, and I don't wish that upon anyone. It took 2 years for me to find some control over it, and I have to thank my family, my friends. അവരില്ലായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നുണ്ടാവില്ലായിരുന്നു. എൻ്റെ ഡിപ്രഷൻ്റെ പീക്കിലാണ് ഞാൻ മീനവയിൽ ചെയ്തത്. That's because I had such wonderful friends who were supporting me. എനിക്ക് ഒരുപാട് ആൾക്കാരോട് നന്ദി പറയാനുണ്ട് because I had lost my mind and it took time for me to recover. It took time for me to understand my depression. I'm still on medication, but I'm better. And anybody who is going through this can reach out to me on Instagram or email me. I might not be able to help you professionally because you should go and see a doctor. If your parents don't understand it, if they think it's just a new generation problem, or they think that with time it will get okay, it doesn't. I thought the same. I used to be a person who used to think കാശുള്ളവർക്കുണ്ടാകുന്ന അസുഖമാണ് ഡിപ്രഷൻ. ബിക്കോസ് ലൈഫിൽ എല്ലാം നന്നായി പോകുമ്പോൾ നമുക്ക് if everything is good, we need something to be upset about, and that's depression. I used to think that they haven't seen tough things in life, hence they feel depressed. I had really wrong ideas about depression and anxiety, but when I went through it, there was a part of me which felt disgusting about the other side who was going through depression, and the other side was very helpless. Like, there was nothing she could do to get out of it other than professional help and people believing in her and saying,
you know what? No matter what, I'm there for you. So yeah, that's what they need. I'm sorry, the Onam celebration പ്രമാണിച്ച് ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു, but I got carried away. I'm sorry about that. But I hope it is helping somebody out, and I hope a parent who is not understanding depression listens to this and understands that your child needs help, and it's okay. It's okay to be depressed. It's okay to have anxiety. It's okay to have borderline personality disorder, bipolarity, BMDD. There's so many things out there. It is okay, and you can come out of it, or at least if not come out of it, you can learn to live with it in a positive way, in a much happier way. So little intense అయిపోయి in that episode, but I hope you liked it. I will see you guys next week with more Talk with Archie, and let me know what you liked. You can comment below questions that you would want me to answer, game suggestions for Talk with Archie game section, and I wish you all a wonderful, wonderful, peaceful year, whatever is left. Bye.